ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന പോർഷനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് റൊട്ടേഷണൽ മോഷൻ കൂടെ കഴിയുമ്പോൾ നമ്മൾ മോഷനിലെ എല്ലാ ഇക്വേഷൻസും വെച്ചിട്ട് ഒരു ഇക്വേഷൻ്റെ റിവിഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്താണ് നോക്കാം, റൊട്ടേഷണൽ മോഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ റിജിഡ് ബോഡീനെ പറ്റി പറയുന്ന ഭാഗം ഒന്ന് നോക്കുക. ഇവിടെ വളരെ വ്യക്തമായ ആകൃതിയുള്ളതും എന്നാൽ ആകൃതിയിൽ മാറ്റം വരുത്താനാവാത്തതുമായ വസ്തു എന്നാണ് ഒരു ദൃഢവസ്തുവിനെ നിർവചിക്കുന്നത്. ഒരു ദൃഢവസ്തുവിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു ജോഡി കണികകൾ എടുത്താലും അവ തമ്മിലുള്ള അകലത്തിൽ മാറ്റം വരുത്താനാവില്ല, അല്ലെങ്കിൽ അവ തമ്മിലുള്ള അകലം സ്ഥിരമായിരിക്കും. ഈ നിർവചന പ്രകാരം യഥാർത്ഥ വസ്തുക്കളെല്ലാം തന്നെ ദൃഢവസ്തുക്കളായി പരിഗണിക്കാനാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ. അതായത് കൃത്യമായ രൂപവും ആകൃതിയും ഉണ്ടായിരിക്കും. കണികകൾ തമ്മിലുള്ള ആ ബോഡിയുടെ ഉള്ളിലെ, ആ വസ്തുവിന്റെ ഉള്ളിലെ കണികകൾ തമ്മിലുള്ള ദൂരം എപ്പോഴും തുല്യമായിരിക്കും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള കാര്യമാണ്. രണ്ട് തരത്തിലാണ് ഈ ദൃഢവസ്തുവിന്റെ ചലനങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഒന്നാമത്തത് നേർരേഖ സ്ഥാനാന്തര ചലനമാണ്. നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്തരം ചലനത്തിൽ ചലിക്കുന്ന വസ്തുവിലെ എല്ലാ കണികകളും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കും. ഇവിടെ തന്നിട്ടുള്ളത് ചെരിഞ്ഞ പ്രതലത്തിലൂടെ തെന്നി മാറുന്ന ഒരു ചതുരക്കട്ടയാണ്. അപ്പൊ ചതുരക്കട്ടയുടെ ചരിവ് തലത്തിലൂടെയുള്ള സ്ഥാനാന്തര ചലനം, ചതുരക്കട്ടയിലെ P1 P2 എന്നീ ബിന്ദുക്കൾക്ക് ഏതിടവേളയിലും ഒരേ പ്രവേഗമായിരിക്കും. ഈ ബിന്ദുക്കൾക്ക് എപ്പോഴും ഒരേ പ്രവേഗം ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ചലനമാണ് ഭ്രമണചലനം അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. നിശ്ചിത അക്ഷത്തിൽ കൂടെയുള്ള ഭ്രമണ ചലനത്തിൽ വസ്തുവിലെ എല്ലാ കണികകളും വൃത്താകൃതിയിൽ ചലിക്കും. അതിനുള്ളിലുള്ള എല്ലാ കണികകളും വൃത്താകൃതിയിൽ ചലിക്കും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫാനിന്റെ കറക്കം. ഇവിടെ തന്നിട്ടുള്ളത് ഒരു സിലിണ്ടറിന്റെ ഉരുളൽ ചലനം യഥാർത്ഥ സ്ഥാനാന്തര ചലനമല്ല, അത് റൊട്ടേഷണൽ മോഷനാണ്. സിലിണ്ടറിൽ അടയാളപ്പെടുത്തിയ P1 P2 P3 P4 എന്നീ ബിന്ദുക്കൾക്ക് വ്യത്യസ്ത പ്രവേഗമായിരിക്കും. എല്ലാ ബിന്ദുക്കൾക്കും ഒരേ പ്രവേഗമായിരിക്കില്ല, വ്യത്യസ്ത പ്രവേഗമായിരിക്കും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇവിടെയുള്ള P3 ബിന്ദുവിന്റെ പ്രവേഗം 0 ആയിരിക്കും. കാരണം അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് സമ്പർക്കത്തിൽ വരുന്ന, ചരിവുതലമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന P3 എന്നുള്ള ബിന്ദുവിന് പ്രത്യേകിച്ച് അവിടെ ഒരു മാറ്റവും ഉണ്ടാവാത്തത് കൊണ്ട് അവിടെയുള്ള പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അവിടെ സിലിണ്ടർ ആകൃതിയിലുള്ള വസ്തു താഴേക്ക് ഉരുളുന്ന സമയത്ത് ആ വസ്തുവിലെ കണികകൾക്ക് നേർരേഖ ചലനത്തോടൊപ്പം ഭ്രമണചലനവും സാധ്യമാണ് എന്നുള്ളതാണ്. അതായത് ഒരു ദൃഢവസ്തുവിന്റെ സ്ഥാനാന്തര ചലനത്തിന്, അതായത് ട്രാൻസ്ലേഷണൽ മോഷന് സാധ്യമാവാത്ത വിധം ഒരു പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ച് നിർത്തി അതിന്റെ ചലന പ്രത്യേകതകൾ നിരീക്ഷിക്കാവുന്നതാണ് ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിനെ ഉറപ്പിക്കും. അതിനൊരു ആക്സിസിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നേർരേഖയിൽ ഉറപ്പിക്കും. അപ്പോൾ ഭ്രമണചലനത്തിന് മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ അവിടെ. അപ്പോൾ വസ്തുവിനെ ഉറപ്പിച്ചിരിക്കുന്ന രേഖയാണ് നമ്മൾ, അതായത് ഭ്രമണചലനം സാധ്യമാക്കാൻ വേണ്ടി ഇങ്ങനെ വസ്തുവിനെ ഉറപ്പിച്ച രേഖയാണ് ഭ്രമണ അക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുന്നത്. അക്ഷത്തെ കേന്ദ്രമാക്കിയുള്ള നിരവധി ഭ്രമണ ചലനങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട് സീലിംഗ് ഫാൻ, മൺപാത്ര നിർമ്മാണം, അതേപോലെ നമ്മുടെ ജയന്റ് വീലിന്റെ ചലനം. ഇതൊക്കെ ഭ്രമണചലനത്തിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഒരു നിശ്ചിത അക്ഷത്തിൽ ഉറപ്പിക്കപ്പെട്ട ദൃഢവസ്തുവിന്റെ ഭ്രമണചലനത്തിൽ ആ വസ്തുവിലെ എല്ലാ കണങ്ങളും അക്ഷത്തിന് ലംബമായി വരുന്ന തരത്തിലൂടെ അക്ഷത്തിന് ചുറ്റുമായിട്ട് സഞ്ചരിക്കും. അക്ഷത്തിന് ലംബമായിട്ട് വരുന്ന തരത്തിൽ അതിലുള്ള എല്ലാ ബിന്ദുക്കളും സഞ്ചരിക്കും. ഭ്രമണചലനത്തിന്റെ ചില ഉദാഹരണങ്ങൾ എടുത്താൽ, ചില ഉദാഹരണങ്ങളിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അവിടെയൊക്കെ അക്ഷം ഉറപ്പിച്ച നിലയിൽ ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പമ്പരം കറങ്ങുന്നതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പമ്പരത്തിന്റെ ചലനം നമ്മൾ പ്രിസിഷൻ അല്ലെങ്കിൽ പുരസ്സരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടേബിൾ ഫാനിന്റെ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാനിന്റെ ചലനമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെയൊന്നും ഈ നേർരേഖ അല്ലെങ്കിൽ അക്ഷം ഉറപ്പിച്ചിട്ടില്ല. അവിടെ എന്താ, ഇപ്പൊ നമ്മൾ പമ്പരം കറങ്ങുന്നതാണ് എടുക്കുന്നതെങ്കിൽ
അത് അവസാനിക്കാൻ പോകുന്ന സമയത്ത് അത് മൊത്തത്തിൽ ഒന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് കാണും. അതായത് ഇതിന് താഴോട്ടുള്ള ഗ്രാവിറ്റി പുൾ ചെയ്യുന്ന സമയത്ത് അത് വീഴാതിരിക്കാൻ വേണ്ടി സർക്കിളിൽ കറങ്ങും. ആ ഒരു ടൈപ്പ് ഓഫ് ചലനത്തിനെയാണ് പുരസരണം അല്ലെങ്കിൽ എന്ത് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ ദോലനം. ദോലനത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ടേബിൾ ഫാനൊക്കെ ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. ആക്സിസ് മൊത്തത്തിൽ കറങ്ങും. അതാണ് മറ്റേ പമ്പരത്തിന്റെ കേസിൽ പമ്പരം മൊത്തത്തിൽ കറങ്ങും. റൊട്ടേഷൻ മാത്രമല്ല, ഭ്രമണം മാത്രമല്ല, ആക്സിസ് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കും. അതേപോലെ തന്നെയാണ് ദോലനത്തിന്റെ കേസിലും ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. അപ്പം എല്ലാ കേസസിലും ഈ ഭ്രമണ അക്ഷം ഉറപ്പിച്ചിട്ടുണ്ടാവണം എന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പാർട്ടിക്കിൾസിനെ നമ്മൾ മലയാളത്തിൽ ഗണം എന്ന് പറയും. അപ്പം ഒരു ഗണത്തിന്റെ ദ്രവ്യകേന്ദ്രം, അതിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ദ്രവ്യകേന്ദ്രം അല്ലെങ്കിൽ പിണ്ഡകേന്ദ്രം, അത് അതിലുള്ള കണങ്ങളുടെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവാണ്. അപ്പം രണ്ട് കണങ്ങളുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാസ് m1 m2 എന്നാണെങ്കിൽ, അതേപോലെ r1 r2 എന്നിട്ടുള്ള പൊസിഷനിലാണ് എന്നുള്ള സ്ഥാനത്താണ് അവ നിൽക്കുന്നതെങ്കിൽ, ഈ ബിന്ദുവിനെ ആധാരമാക്കിയിട്ട്, മൂലബിന്ദുവിനെ ആധാരമാക്കിയിട്ട് സെൻറ്റർ ഓഫ് മാസിന്റെ സ്ഥാനത്തെ കാണിക്കാനുള്ള പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്, പൊസിഷൻ വെക്റ്ററിന്റെ ഒരു ഫോർമുലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഇപ്പം മൂന്ന് പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ് അതിന്റെ ഇക്വേഷൻ. അതായത് ഇപ്പൊ രണ്ടെണ്ണം നേരത്തെ പറഞ്ഞ പോലെ m1 m2 r1 r2 എടുക്കുകയാണെങ്കിൽ m1 r1 പ്ലസ് m2 r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നായിരിക്കും വരിക. അതായത് ഒരു ഗണത്തിലെ കണങ്ങൾക്ക് തുല്യ മാസ് ആയാൽ, ഒരു കൂട്ടം പാർട്ടിക്കിൾസിൽ അതിലുള്ള പാർട്ടിക്കിൾസിനൊക്കെ ഒരേ മാസ് ആണെങ്കിൽ അവയുടെ സെൻറ്റർ ഓഫ് മാസിന്റെ സ്ഥാനം r ഈസ് ഈക്വൽ ടു r1 പ്ലസ് r2 ബൈ 2 ആയിരിക്കും. ആ സ്ഥാനം എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു r1 പ്ലസ് r2 ബൈ 2 ആയിരിക്കും. ഇവിടെ വലിയ r, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നേരത്തെ കണ്ട വലിയ R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. അതേപോലെ m1 m2 m3 അത് പാർട്ടിക്കിൾസിന്റെ മാസസ് ആണ്. r1 r2 r3 പൊസിഷൻ വെക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കാം. അതായത് ഇവിടെ R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. m1 m2 m3 എന്ന് പറയുന്നത് മൂന്ന് പാർട്ടിക്കിൾസിന്റെ മാസ് ആണ്. r1 r2 r3 എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ 2 kg ഉള്ള ഒരു ബോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. പൊസിഷൻ 20 എന്നുള്ള പൊസിഷനിലാണ് അത് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ 20 വരുന്ന സമയത്ത് അത് എക്സ് ആക്സിൽ മാത്രം ഉള്ളതാണ്. അപ്പോൾ വൈ ആക്സിൽ അല്ല, എക്സ് ആക്സിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ വരെ 2i ആയിരിക്കും. ഇനി 3 kg ഉള്ള മറ്റൊരു ബോൾ ഉണ്ട്, അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 40 ആണ്. അതും എക്സ് ആക്സിൽ 4 എന്ന പൊസിഷനിലാണ്. അപ്പോൾ അതിന്റെ വെക്ടർ വരുന്നത് 4i ആയിരിക്കും. അപ്പോൾ നമ്മൾ m1 r1 പ്ലസ് m1 r1 പ്ലസ് m2 r2 ചെയ്യുന്ന സമയത്ത് 2 into 2i പ്ലസ് 3 into 4i ഡിവൈഡ് ബൈ m1 പ്ലസ് m2 2 പ്ലസ് 3 കിട്ടും. അപ്പോൾ 4i പ്ലസ് 12i ഡിവൈഡ് ബൈ 5 കിട്ടും, 16i ബൈ 5 കിട്ടും, 3 കിട്ടും. 3.2 ആണ് കേട്ടോ ഇവിടെ കിട്ടാതെ, ഞാൻ കട്ട് ചെയ്ത സമയത്ത് അത് മാറിപ്പോയതാണ്. 3.2 എന്ന് കിട്ടും. 16/5 ചെയ്യുമ്പോൾ 3.2 i എന്ന് കിട്ടും. i എന്ന് പറയുമ്പോൾ അത് അലോങ് എക്സ് ആക്സിസ് ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൊസിഷൻ വെക്ടറിനെ പറ്റിയാണ് ഇപ്പൊ പഠിച്ചത്. ഇനി അവിടെയുള്ള ഒരു കണങ്ങളുടെ ആക്ക സംരക്ഷണത്തിന്റെ ഒരു പോയിന്റ് ആണ് അവിടെ വരുന്നത്. അതായത് രേഖീയാക്കം സ്ഥിരമായിരിക്കണം എന്നുള്ള, അതായത് ലീനിയർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറയാനുള്ളത്. അതായത് ഒരു കണികാ വ്യവസ്ഥയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന മൊത്തം ബാഹ്യബലം 0 ആവുമ്പോൾ ആ വ്യവസ്ഥയുടെ ആകെ രേഖീയാക്കം സ്ഥിരമായിരിക്കും എന്നുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഒരു കണികാ വ്യൂഹത്തില്
അതായത് ഒരു പാർട്ടിക്കിൾ സിസ്റ്റത്തിലെ ദ്രവ്യമാന കേന്ദ്രത്തിൽ എല്ലാ കണികകളുടെയും മാസ് കേന്ദ്രീകരിക്കുന്നത് പോലെയും അതിൽ അനുഭവപ്പെടുന്ന എല്ലാ ബാഹ്യബലങ്ങളും ദ്രവ്യമാന കേന്ദ്രത്തിലേക്ക് പ്രയോഗിക്കപ്പെടുന്നത് പോലെയാണ് ആയിരിക്കുമല്ലോ ഒരു കണികാവ്യൂഹത്തിന്റെ ചലനം. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യൂഹത്തിലെ കണങ്ങളുടെ ആകെ ആക്കം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെന്റം, അത് mv എന്നാണ് പറയുന്നത്. അപ്പോൾ മൊമെന്റം അതിൽ കുറെ പാർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്ത് ആകെ ആക്കം എന്ന് പറയുന്നത് m1v1 പ്ലസ് m2v2 പ്ലസ് എക്സെട്ര പ്ലസ് mn(vn) എന്ന് വരും. അപ്പൊ അത് mv എന്ന് വരും. മൊത്തത്തിൽ നമ്മൾ അതിനെ എടുക്കുന്നത് mv എന്നാണ്. പി ടോട്ടൽ എന്ന് പറയുന്നത് ഇതേപോലെ m1v1 പ്ലസ് m2v2 പ്ലസ് m3v3 നമുക്ക് എഴുതാം. അതിന് നമുക്ക് വലിയ m വലിയ v എന്ന് എഴുതാം. അപ്പൊ സമവാക്യത്തെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് dp/dt ചെയ്യുമ്പോൾ നമുക്കത് mdv/dt എന്ന് കിട്ടും. അതായത് ma എന്ന് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പം ma എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുന്ന സമയത്ത് നമുക്കറിയാം dp/dt ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ എന്ന് കിട്ടുന്ന സമയത്ത് എഫ് എക്സ്റ്റേണൽ 0 ആയിരിക്കുമ്പം dp/dt കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ dp/dt കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dp/dt 0 എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ dp/dt 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം p കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പൊ ഇവിടെ ടോട്ടൽ മാസിനെ m എന്നും വെലോസിറ്റിനെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് vcm എന്ന് എടുത്തു കഴിഞ്ഞാൽ p ടോട്ടൽ എന്ന് പറയുന്നത് v ഇൻറ്റു v സെന്റർ ഓഫ് മാസിന്റെ m ആണ്. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ സെന്റർ ഓഫ് മാസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അതായത് p ടോട്ടൽ എന്ന് p കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് അവിടെ സെന്റർ ഓഫ് മാസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതായത് കണികാ വ്യവസ്ഥയ്ക്ക് മേൽ പ്രയോഗിക്കപ്പെടുന്ന മൊത്തം ബാഹ്യബലം അവിടെ 0 ആവുകയാണ്. ആ സമയത്ത് വ്യവസ്ഥയുടെ ആകെ രേഖീയാക്കം സ്ഥിരമായിരിക്കും, അതായത് p കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ആക്കത്തിന്റെ സംരക്ഷണ നിയമം, നേർരേഖ ആക്കത്തിന്റെ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയുടെ മേൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0 ആവുന്ന സമയത്ത്, അതായത് അവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ദ്രവ്യമാന കേന്ദ്രത്തിന്റെ പ്രവേഗം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് തുടരും. അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പ്രവേഗം കണ്ടിന്യൂസ് ആയിട്ട് തുടരും. അത് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ കണ്ടൊരു കാര്യമാണ്, ഒരു സ്ഥിരപ്രവേഗത്തിൽ പോയിക്കൊണ്ട് സമപ്രവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം ആ പ്രവേഗത്തിൽ തന്നെ തുടരുകയാണ് ചെയ്യുക അതിന് എക്സ്റ്റേണൽ ഫോഴ്സിൽ. അതേപോലെ തന്നെയാണ് ഇവിടെയും സെന്റർ ഓഫ് മാസ് ഒരേ പ്രവേഗത്തിലായിരിക്കും, സ്ഥിരമായിട്ട് തുടരും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ആന്തരിക ബലത്തെ കുറിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിലുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉള്ളിലെ കണികകൾ പരസ്പരം ഉണ്ടാക്കുന്ന ബലമാണ്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഓരോ സ്വതന്ത്രമായിട്ടുള്ള കണത്തിനും ഒരുപാട് സങ്കീർണങ്ങളായിട്ടുള്ള സഞ്ചാര പദങ്ങൾ ഉണ്ടാകാം. അപ്പൊ അനുഭവപ്പെടുന്ന വ്യവസ്ഥയിന്മേൽ ബാഹ്യബലം 0 ആണെങ്കിൽ ദ്രവ്യമാന കേന്ദ്രത്തിന്റെ പ്രവേഗം സ്ഥിരമായിരിക്കും. ദ്രവ്യമാന കേന്ദ്രം ഒരു സ്വതന്ത്ര കണത്തെ പോലെ നേർരേഖയിലൂടെ സമപ്രവേഗത്തിൽ സഞ്ചരിക്കും. അത് തന്നെയാണ് ലോസ് ഓഫ് മോഷൻ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് ഓർത്തിരുന്നാൽ മതി. പാർട്ടിക്കിൾ സമപ്രവേഗത്തിൽ സഞ്ചരിക്കും, p കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്ന് ഓർത്തു കഴിഞ്ഞാൽ മതി. ഇതിന് എക്സാമ്പിൾ ആയിട്ട് റേഡിയത്തിന്റെ വിഘടനം, റെഡോണും ഹീലിയവുമായിട്ടുള്ള വിഘടനം പറയുന്നുണ്ട്. അപ്പൊ റേഡിയത്തിന്റെ സെന്റർ ഓഫ് മാസ് നേർരേഖയിൽ സഞ്ചരിക്കുകയും അല്ലാത്ത പാർട്ടിക്കിൾസ് റെഡോണും ഹീലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി അവിടെ ഉള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് രണ്ട് സ്കേറ്റേഴ്സ് പരസ്പരം പുഷ് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യാണെന്ന് വിചാരിക്കുക. പുഷ് ചെയ്യുന്നതിന് മുൻപ് രണ്ടുപേരും നിശ്ചലാവസ്ഥയിലാണ്. അതായത് സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരു സ്കേറ്ററിന്റെ മുകളിൽ, ഒരു സ്കേറ്റിംഗ് ബോർഡിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പോ അവരുടെ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നില്ല. അല്ല, രണ്ട് സ്കേറ്റിംഗ് ബോർഡിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുകയാണ്. പുഷ് ചെയ്യുന്ന സമയത്ത് അവർ നീങ്ങുന്നില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് അവര് മൂവ് ചെയ്യുന്നില്ല. രണ്ടാമത് അവർ പുഷ് കഴിഞ്ഞതിന് ശേഷം ഒരാള് മുന്നോട്ടും ഒരാള് ലെഫ്റ്റിലേക്കും ഒരാള് റൈറ്റിലേക്കും പോവും. പക്ഷെ അവരുടെ സെന്റർ ഓഫ് മാസ്, രണ്ടിന്റെയും നടുക്കുള്ള സെന്റർ ഓഫ് മാസ് അവിടെ തന്നെ റെസ്റ്റിൽ തന്നെ നിൽക്കും. അതായത് അവിടെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് സ്റ്റിൽ 0 ആണ്. ടോട്ടൽ മൊമെന്റത്തിന് നമ്മളെപ്പോഴും സെന്റർ ഓഫ് മാസിന്റെ പ്രവേഗമാണ് എടുക്കുന്നത്. വലിയ mv, അതായത്
എല്ലാ മൊമെന്റവും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സെന്റർ ഓഫ് മാസിന്റെ പ്രവേഗമാണ്. അപ്പൊ ആ പ്രവേഗം എപ്പോഴും സ്റ്റിൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് സ്റ്റിൽ 0 ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് അതിന്റെ ചലനത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആണ് അവിടെ എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇവിടെ പറയാനുള്ളത് കോണീയ പ്രവേഗം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. കോണീയ പ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. കോണീയ പ്രവേഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒമേഗയാണ്. അതായത് തീറ്റ സഞ്ചരിക്കാൻ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിക്കാൻ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെയാണ് പ്രവേഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെ ഒമേഗ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. തീറ്റ അവിടെ ആംഗിൾ ആണ്. ഒരു പെർട്ടിക്കുലർ ടൈമിലാവുമ്പോൾ അത് ഒമേഗ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആവും. ഇനി അത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ അത് ഡി തീറ്റ ബൈ ഡി ടി ആവും. അപ്പോ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പൊ വി എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ വെലോസിറ്റി ആണല്ലോ. അപ്പൊ ലീനിയർ വെലോസിറ്റിനെ നമ്മള് അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി ഫ്രം ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ലീനിയർ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ലീനിയർ വെലോസിറ്റി കിട്ടും. ഇനി അവിടെ നോക്കാനുള്ളത് കോണീയ ത്വരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ കോണീയ പ്രവേഗ മാറ്റത്തിന്റെ സമയനിരക്കാണ് കോണീയ ത്വരണം എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അതിനെ ആൽഫ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അതായത് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഒമേഗ ആണല്ലോ. അപ്പം ഡി വി ബൈ ഡി ടി, വി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണ്. അപ്പം ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി ആയിരിക്കും. അപ്പൊ ആർ ആൽഫ എന്ന് കിട്ടും. അതായത് ഈ കോണീയ ത്വരണത്തിൽ നിന്ന് നമുക്ക് ലീനിയർ ത്വരണം വേണമെങ്കിൽ കണ്ടുപിടിക്കാം, ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. ഇനി ടോർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടോർക്ക്. ഓക്കെ, ടോർക്ക് എന്ന് പറഞ്ഞാൽ how much force is being applied and how far from the point of rotation the force is applied എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു അക്ഷത്തെ ആധാരമാക്കി വസ്തുവിനെ കറക്കാനുള്ള ബലത്തിന്റെ ശേഷിയെ ബല ആഘൂർണം അഥവാ ടോർക്ക് എന്ന് പറയുന്നു. ടോർക്ക് ഇംഗ്ലീഷ് വേർഡാണ്. ടോർക്കിന്റെ മലയാളമാണ് ബല ആഘൂർണം. ബല ആഘൂർണം അല്ലെങ്കിൽ ടോർക്ക്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ടോ വെച്ചിട്ടാണ്. ടോ നമ്മൾ എഴുതുന്നത് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ടോ എഫ് ഇൻറ്റു ആർ, ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. ഇതാണ് ടോനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടോയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ടോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ആർ ആണ്. അതായത് ആധാര അക്ഷത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ലംബ ദൂരവും ബലവും തമ്മിലുള്ള സദിശ ഗുണന ഫലമാണ് ആഘൂർണത്തിന്റെ അളവ്. അതായത് ആക്സിസിൽ നിന്ന് വസ്തുവിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഫോഴ്സും തമ്മിലുള്ള വെക്റ്റർ മൾട്ടിപ്ലിക്കേഷന്റെ ഇതാണ് നമുക്ക് ആഘൂർണത്തിന്റെ ടോയിന്റെ അളവായിട്ട് കിട്ടുന്നത്. പ്രൊഡക്റ്റ് ആണ് ആഘൂർണത്തിന്റെ അളവായിട്ട് കിട്ടുന്നത്. അതായത് ടോ ഇസ് ഈക്വൽ ടു എഫ് ആർ സൈൻ, ടോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് എന്ന് എഴുതാം. അപ്പൊ അവിടെ എഫ് എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. അപ്പം അതിന്റെ ആംഗിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ RF സൈൻ തീറ്റ നമുക്ക് എഴുതാം. സദിശ ഗുണനഫലം എന്ന് പറയുമ്പോൾ അവിടെ സൈൻ തീറ്റ ആണ് എടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ RF സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ, കോസ് പ്രോഡക്റ്റ് ആണ് ഡോട്ട് പ്രോഡക്റ്റിൽ എടുക്കേണ്ടത്. ഇവിടെ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് RF സൈൻ തീറ്റ എന്ന് കിട്ടും. ആറും എഫും ഉൾക്കൊള്ളുന്ന പ്രതലത്തിന് ലംബമാണ് ടോയുടെ ദിശ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ സൈൻ എടുക്കുന്നത്. അപ്പൊ ടോർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വർക്ക് എനർജി അതിന്റെ ഒക്കെ ഡയമെൻഷന് സമാനമാണ്. പക്ഷേ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ഭൗതിക പരിമാണ അളവിനെക്കാട്ടിൽ എത്രയോ വ്യത്യാസമാണ് ടോർക്ക് എന്ന് പറയുന്നത്.
ടോർക്ക് ഒരു സദിശ അളവാണ്, പക്ഷെ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് അദിശമാണ്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. SI യൂണിറ്റിൽ ടോർക്ക് കുറിക്കുന്നത് ന്യൂട്ടൺ മീറ്ററിലാണ്. അപ്പോൾ ആറും എഫും 0 ആവുന്ന സമയത്ത് ടോർക്ക് 0 ആവും. അല്ലെങ്കിൽ തീറ്റ 0 അല്ലെങ്കിൽ തീറ്റ 180 ആവുമ്പോൾ അപ്പോൾ ടോർക്ക് ഇല്ലാതാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബലം അവിടെ കൊടുക്കാതിരിക്കണം. അപ്പോൾ ഫോഴ്സ് അപ്ലൈഡ് ആണ് F എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓഫ് റൊട്ടേഷൻ ആണ്. ന്യൂട്ടൺ മീറ്ററിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ ആണെങ്കിൽ നമ്മളൊരു ഡോറ് പുഷ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പം നമ്മൾ ഹിഞ്ചിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പുഷ് ചെയ്താൽ ആ ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹിഞ്ചിൽ നിന്ന് എത്ര ദൂരെ നമ്മൾ പുഷ് ചെയ്യുന്നോ, അതായത് വിജാഗിരിയുടെ അടുത്തായിരിക്കും പുഷ് ചെയ്യാനായിട്ട് എളുപ്പം അല്ലെ. അതായത് ഹാൻഡിലിന്റെ അടുത്ത് പുഷ് ചെയ്യാനായിരിക്കും എളുപ്പം എന്ന് പറയുന്നത്. അതായത് ഹിഞ്ച് ഉള്ളത് എവിടെയാണ്? മറ്റേ അറ്റത്തായിരിക്കും. അപ്പൊ ഹിഞ്ചിന്റെ അടുത്ത് പുഷ് ചെയ്താൽ ഡോറ് തുറക്കില്ല. പക്ഷെ ഹാൻഡിലിന്റെ അടുത്ത് പുഷ് ചെയ്യുന്ന സമയത്തായിരിക്കും ഡോറ് തുറക്കുന്നത്. അപ്പം എഡ്ജിൽ പുഷ് ചെയ്യുന്ന സമയത്ത് ഫാർ ഫ്രം ഹിഞ്ചിൽ പുഷ് ചെയ്യുന്ന സമയത്ത് ഡോറ് പെട്ടെന്ന് തുറക്കാൻ വേണ്ടി പറ്റും. അതെന്ന് പറഞ്ഞാൽ ഫാർദർ ഫ്രം ഹിഞ്ചിൽ നിന്ന്, ദൂരത്ത് നിന്ന് പ്രയോഗിക്കുന്ന സമയത്ത് ആ ഫോഴ്സിന് കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോർക്ക് എന്ന് പറയുന്നത് എത്ര ഫോഴ്സ് കൊടുക്കണം ആ ടോർക്ക്, അതായത് ആ ഒരു റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ദൂരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ദൂരത്തിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടുള്ള ഒരളവാണ്. അതായത് ഒരു ആക്സിസിനെ ആധാരമാക്കിയിട്ട് സംഭവത്തിനെ കറക്കാനുള്ള ബലത്തിന്റെ ഒരു ശേഷിയാണ് നമ്മൾ ടോർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും ഈ ഡോറ് തുറക്കുന്ന കാര്യം ഓർത്താൽ മതി. ഹാൻഡിലിൽ വെച്ച് ഡോറ് തുറക്കുമ്പോഴാണ് അത് തുറക്കാൻ വേണ്ടി എളുപ്പം. പക്ഷെ ഹിഞ്ചിന്റെ അടുത്ത് നിന്ന് ഡോറ് തുറക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ 6 കൂടുന്ന സമയത്ത് ഡോറ് തുറക്കാനുള്ള ഒരു ഇതും കൂടും എന്നുള്ള, ഈസി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതേപോലെ തന്നെ കുട്ടികൾ പാർക്കിലുള്ള മെറിഗോ റൗണ്ടിൽ കറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ എഡ്ജിൽ പുഷ് ചെയ്താലാണ് കുട്ടികൾ വേഗത്തിൽ കറങ്ങാം. നമ്മൾ നടുക്ക് ആക്സിസിൽ കൊണ്ടുപോയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്കത്തിന് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ ആ ടേൺ ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അതാണ് ടോർക്കിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഈ 2 എക്സാമ്പിൾ ഓർത്താൽ തന്നെ അത് എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആംഗുലാർ മൊമെന്റത്തിനെ പറ്റി പറയുന്നുണ്ട്. ആംഗുലാർ മൊമെന്റം എന്താണെന്നുള്ള സംഭവം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. 186 പേജിൽ നോക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് ആംഗുലാർ മൊമെന്റത്തിനെ പറ്റി പറയുന്നത്. കോണീയാക്കം, അതാണ് ആംഗുലാർ മൊമെന്റ്. ബലത്തിന്റെ സദൃശ്യമായ ടോർക്കിനെ കാണുമ്പോൾ രേഖീയ ആക്കത്തിനുള്ള പരിക്രമണത്തിലെ സദൃശ്യമായിട്ട് കോണീയ ആക്കത്തിന് ആംഗുലാർ മൊമെന്റം, നമ്മൾ ലീനിയർ മൊമെന്റത്തിന്റെ കേസാണ് നേരത്തെ പറഞ്ഞത് MV എന്നുള്ളത് കൊണ്ട്. അപ്പോ ഇനി നമ്മൾ കോണീയ ആക്കം പറയണം, അതായത് ആംഗുലാർ മൊമെന്റത്തിന്റെ കേസ് പറയണം. ആദ്യം ഒരു സ്വതന്ത്ര കണികയുടെ കോണീയാക്കത്തിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം. ഒരു കണികയുടെ ചലനവുമായി ബന്ധപ്പെട്ട് ഈ നിർവചനത്തിന്റെ ഉപയോഗ സാധ്യതകളെ കുറിച്ച് ആലോചിക്കാം. പിന്നീട് ഈ നിർവചനത്തെ കണികാ വ്യവസ്ഥയിലേക്കും ദൃഢവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ ചലനങ്ങളിലേക്കും വിപുലപ്പെടുത്താം. ടോർക്കിനെ പോലെ ബലത്തിന്റെ ഒരു സദിശ ഗുണിതമാണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ബലത്തിന്റെ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ മൊമെന്റം. ഇത് ആക്കത്തിന്റെ മൊമെന്റ് ആയിട്ടും സൂചിപ്പിക്കാറുണ്ട്. ഈ വസ്തുതയിൽ നിന്ന് തന്നെ കോണീയ ആക്കത്തെ നിർവചിക്കേണ്ടത് എങ്ങനെയെന്ന് സങ്കല്പിക്കാവുന്നതാണ്. ഒറിജിൻ Oയെ ആധാരമാക്കി R സ്ഥാന സദിശ P രേഖീയ ആക്കവും M മാസുള്ള ഒരു കണത്തെ സങ്കല്പിക്കാം. ഒറിജിനെ ആധാരമാക്കിയിട്ട് R എന്ന് പറയുന്ന ഒരു സ്ഥാനവും P എന്ന് പറയുന്ന ഒരു ലീനിയർ മൊമെന്റവും M മാസുള്ള ഒരു കണത്തെ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ കോണീയ ആക്കം അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം L എന്ന് പറയുന്നത് R × P ആയിരിക്കും. R × P എന്ന് പറയുന്നത് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ വഴി എഴുതുന്ന സമയത്ത്
L is equal to RP sin theta എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ P എന്നത് Pയുടെ പരിമാണവും തീറ്റ എന്നത് ആറിന്റെയും പിയുടെയും ഇടയിലുള്ള കോണളവുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറിന്റെ എഫിന്റെ ഇടയിലുള്ള കോണളവാണ് അവിടെ സൈൻ തീറ്റയിലെ തീറ്റ. ആർ ഓഫ് സൈൻ തീറ്റ ടോർക്കിന്റെ അവിടെ ഉള്ളത്. ആ ഒരു കാര്യം ഓർത്താ മതി. ഇതിൽ അത് നമ്മൾ പറഞ്ഞു. ഇനി L is equal to RP1 അഥവാ R1P അങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഇതിൽ RI എന്ന് പറയുന്നത് P സൈൻ തീറ്റ ആണ് എന്നത് കേന്ദ്രത്തിൽ നിന്ന് പിയുടെ ദിശാസൂചക രേഖയ്ക്കുള്ള ലംബിത അകലവും PI എന്ന് പറയുന്നത് P സൈൻ തീറ്റ എന്നത് ആറിന് ലംബ ദിശയിലുള്ള പിയുടെ ഒരു ഘടകവുമാണ്. രേഖീയ ആക്കം ഇല്ലാതാവുകയോ അതായത് P 0 ആവുകയോ കണികാ കേന്ദ്രത്തിലായിരിക്കുകയോ R 0 ആയിരിക്കുകയോ അല്ലെങ്കിൽ പിയുടെ ദിശാസൂചക രേഖ ഒറിജിനിലൂടെ കടന്നു പോവുകയോ അതായത് തീറ്റ 0 ആവുക അല്ലെങ്കിൽ 180 ആവുക ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് 0 ആകും എന്നാണ് പറയുന്നത്. അവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആവുക, അല്ലെങ്കിൽ ഒന്നുകിൽ P 0 ആവുക, അല്ലെങ്കിൽ R 0 ആവുക. ഈ 3 കേസിൽ അവിടെ ആംഗുലാർ മൊമെന്റം 0 ആവും. അതായത് ഏതെങ്കിലും ഒന്ന് 0 ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മൊത്തം പ്രൊഡക്റ്റും 0 ആവുമല്ലോ. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭൗതിക പരിമാണങ്ങളായ ബലത്തിന്റെ മൊമെന്റും കോണീയ ആക്കവും തമ്മിൽ വളരെ പ്രാധാന്യമേറിയ ഒരു ബന്ധമുണ്ട്. ബലത്തിന്റെയും രേഖീയ ആക്കത്തിന്റെയും പരസ്പര ബന്ധത്തിന് സമാനമായ പരിക്രമണ ചലനത്തിലെ സാദൃശ്യമാണിത്. ഒരു കണികയുടെ കോണീയ ആക്കത്തിന്റെ നിർവചനത്തിനായി സമയത്തിന് ആധാരമായി L is equal to R into P അവകലനം ചെയ്താൽ മതി. അതായത് ആംഗുലാർ മൊമെന്റത്തിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് dl/dt ചെയ്തു കഴിഞ്ഞാൽ d/dt of R into P എന്ന് കിട്ടും. അപ്പം dr/dt ഇതൊരു പ്രൊഡക്റ്റ് ആവുമ്പോൾ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രൊഡക്റ്റ് റൂൾ അവിടെ ഉപയോഗിക്കണം. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് dr/dt into P പ്ലസ് R into dp/dt എന്ന് കിട്ടും. dr/dt എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. dp/dt എന്ന് പറയുന്നത് ഫോഴ്സും ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് അവിടെ dr/dt into P എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് V into mv എന്ന് പറയുന്നത് ആണ് അവിടെ കിട്ടുക. അത് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് എടുക്കുക. ഇനി dp/dt f ആയതുകൊണ്ട് R into f എന്നും എഴുതാം. അപ്പം d/dt of R into P എന്ന് പറയുന്നത് R into f എന്ന് പറഞ്ഞാൽ ടോ ആയിട്ട് എടുക്കാം. അപ്പൊ dl/dt എന്ന് പറയുന്നത് dr/dt into P എന്ന് പറയുന്നത് V into mv, അത് 0 ആയിട്ട് പോകും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് 0 ആണ് വരിക. വിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് 0 ആയിട്ട് പോകും. ഇനി R into dp/dt വരുമ്പോൾ R into f വരും, അത് ടോ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കോണീയ ആക്കത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ടോർക്കാണ്. അതാണ് നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ യൂസസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു കണത്തിന്റെ ആംഗുലാർ മൊമെന്റം കോണീയ ആക്കം എടുക്കുന്ന സമയത്ത് അത് R into P നമുക്ക് എഴുതാം. സമയത്ത് R into M into V എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് അതിനെ ഭ്രമണത്തിന്റെ ഒരു നിശ്ചിത അക്ഷത്തിൽ വേഗതയും ആരവും ലംബമായിരിക്കും. അപ്പൊ കോണീയ ആക്കം എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് അതിനെ L is equal to M into R into V into K എന്ന് എഴുതാം. K എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. VI is equal to R omega, LI is equal to MI RI square omega K. ഒരു കണികാ വ്യവസ്ഥയുടെ മൊത്തം കോണീയ ആക്കം എന്ന് പറയുന്നത് L is equal to I omega. അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് മേലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. L is equal to I omega എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പൊ എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുന്ന സമയത്ത് I omega എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആകും എന്നുള്ള ഒരു കാര്യം അവിടെ ഓർക്കേണ്ടതാണ്. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കുറച്ചധികം സാധനങ്ങളുടെ പഠിക്കാനുണ്ട്. അതോടൊപ്പം 2 തിയറംസും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഡിഗ്രി ലെവലുള്ള കാര്യമാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക.
നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോ ഇത് കാണാപ്പാഠം നമ്മൾ ബൈഹാർട്ട് അടിക്കേണ്ട ഒരു ടേബിൾ ആണ്. അതിനു മുമ്പ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താന്നുള്ളൊരു ഇത് പറഞ്ഞുതരാം. അതായത് ഭ്രമണം ചെയ്യുന്ന ഒരു വസ്തു കോണീയ ത്വരണത്തിനെതിരെ സൃഷ്ടിക്കുന്ന പ്രതിരോധത്തിന്റെ അളവാണ് ജഡത്വാഘൂർണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. രേഖീയ ചലനത്തിൽ മാസിനുള്ള സ്ഥാനമാണ് കോണീയ ചലനത്തിൽ ജഡത്വാഘൂർണത്തിനുള്ളത്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഉള്ളത്. ഒരു കണികയുടെ ജഡത്വാഘൂർണവും അതിന്റെ മാസും പരിക്രമണ അക്ഷത്തിൽ നിന്ന് കണികയിലേക്കുള്ള ദൂരത്തിന്റെ വർഗവും തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമാണ്. അതായത് ജഡത്വാഘൂർണം I is equal to mr². അതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. I is equal to mr² ആണ് ഇക്വേഷൻ. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഒരു ദൃഢവസ്തുവിലെ M1 M2 Mn മാസുള്ള കണികകൾ പരിക്രമണ അക്ഷത്തിൽ നിന്നും R1 R2 R3 Rn അകലത്തിൽ ഭ്രമണം ചെയ്താൽ വസ്തുവിന്റെ ജഡത്വാഘൂർണം എന്ന് പറയുന്നത് I is equal to M1 R1² M2 R2² M3 R3² പ്ലസ് എക്സെട്ര പ്ലസ് Mn Rn² അഥവാ I is equal to mk² എന്ന് എഴുതാം. ഇവിടെ M എന്ന് പറയുന്നത് വസ്തുവിന്റെ ആകെ മാസ് ആണ്. K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, അതായത് ഘൂർണന വ്യാസാർത്ഥം എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ I is equal to mk² എന്ന് എഴുതിയാൽ k² എന്ന് പറയുന്നത് I/m ആവും. അപ്പൊ K എന്ന് പറയുന്നത് √I/m ആവും. ഒരു വസ്തുവിന്റെ ജഡത്വ ആഘൂർണത്തിന് മാസുമായുള്ള അനുപാതത്തിന്റെ വർഗ്ഗമൂലമാണ് ഘൂർണന വ്യാസാർത്ഥം. അതായത് അതിന്റെ ഇക്വേഷനിൽ നിന്ന് അതിനൊരു നിർവചനം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിർദ്ദിഷ്ട വസ്തുവിനോട് തുല്യമായ മാസുള്ള ഒരു കണം ഭ്രമണ അക്ഷത്തിൽ നിന്നും K ദൂരത്തിൽ വെച്ചാൽ അതിന്റെ ജഡത്വാഘൂർണം വസ്തുവിന്റെ ജഡത്വാഘൂർണത്തിന് തുല്യമായിരിക്കും. അപ്പൊ രണ്ട് തിയറീസ് അതിൽ പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പഠിക്കാനില്ല. അതുകൊണ്ട് ആ തിയറീസ് ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും. അതിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെങ്കിൽ ലംബ അക്ഷ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു പരന്ന പ്രതലമുള്ള വസ്തുവിലെ ലംബ അക്ഷത്തിന് ആധാരമായ ജഡത്വാഘൂർണം ആ പ്രതലത്തിലെ തന്നെ പരസ്പര ലംബമായ അക്ഷങ്ങൾക്ക് ആധാരമായ ജഡത്വാഘൂർണത്തിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് IX IY IZ എന്നിങ്ങനെ 3 ആക്സിസ് ഒരു പ്രതലത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ IZ എന്ന് പറയുന്ന 3 പെർപെൻഡിക്കുലർ ആക്സിസുകൾ ആണെങ്കിൽ അതിൽ IZ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് Z കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അത് എന്ന് പറയുന്നത് IX + IY ആണ്. അതായത് എക്സിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെയും വൈയിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെയും സമ്മാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയുള്ളത് പാരലൽ ആക്സിസ് തിയറം ആണ്. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ സമാന്തര അക്ഷ സിദ്ധാന്തമാണ്. സമാന്തര അക്ഷ സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരക്ഷത്തിലൂടെയുള്ള വസ്തുവിന്റെ ജഡത്വാഘൂർണം അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ദ്രവമാന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന സമാന്തര അക്ഷം ദ്രവ്യമാന കേന്ദ്രം, അതായത് സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന സമാന്തര അക്ഷം ആധാരമായുള്ള ജഡത്വാഘൂർണത്തിന്റെയും വസ്തുവിന്റെ മാസിന്റെയും രണ്ട് അക്ഷങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന്റെയും ഗുണനഫലവും തമ്മിലുള്ള തുകയായിരിക്കും. അതായത് നമ്മളൊരു ഒരു പെർട്ടിക്കുലർ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ആ പ്ലെയിനിലെ ഒരു പോയിന്റിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അവിടെ അതിന് പാരലായിട്ട് സെന്റർ ഓഫ് മാസിൽ കൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ടെങ്കിൽ ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെയും അതേപോലെ തന്നെ ആ ആക്സിസിൽ നിന്നും ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ആക്സിസിലേക്കുള്ള അകലത്തിന്റെയും അതിന്റെ മാസിന്റെ പ്രൊഡക്റ്റിന്റെയും ഇതിന് തുല്യമായിരിക്കും. അതായത് IZ = IZ + MA². ഇവിടെ IZ എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള IZ ഡാഷ് ഈസ് ഈക്വൽ ടു IZ + MA² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ IZ ഡാഷ് എന്ന് പറയുന്നത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. IZ എന്ന് പറയുന്നത് ആക്സിസിലൂടെ പോകുന്ന, അതായത് സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്, A എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള അകലാണ്. അപ്പം IZ ഡാഷ് ഈസ് ഈക്വൽ ടു IZ + MA². അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ടേബിൾ ആണ്. ഈ ടേബിളിൽ ഇത് മൊത്തം നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. അതാദ്യം പഠിക്കുക. റിങ്ങിന്റെ എന്തിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ? സെന്റർ ഓഫ് മാസിൽ കൂടെയുള്ള ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് mr². ഇനി അതിന്റെ വ്യാസത്തിൽ കൂടെയാണ്, അതിന്റെ ഡയമീറ്ററിൽ കൂടെയാണെങ്കിൽ mr²/2 എന്നാവും.
അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് ഒരു റോഡിന്റെ ആണ്. റോഡിൻ്റെത് ml²/12 ആണ്. ml²/12 ആണ് റോഡിൻ്റെത്. പിന്നെ ഡിസ്കിൻ്റെതാണ്. റിങ് പഠിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കിലേക്ക് വരാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. അപ്പം ഡിസ്കിന്റെ ആക്സിസിൽ കൂടെ ഉള്ളത് എന്ന് പറയുന്നത് റിങ്ങിന്റെ പകുതി ആയിരിക്കും. അപ്പം mr² പകുതി ആയിരിക്കും ആക്സിസിൽ കൂടെ ഉള്ളത്, സെന്റർ ഓഫ് മാസ് പോകുന്ന ആക്സിസിൽ കൂടെ ഉള്ളത് ഡിസ്കിൻ്റെത്. അപ്പൊ mr²/2 എന്ന് വരും. ഇവിടെ നോക്കുക, ഇതാ ഇവിടെ റിങ്ങിന്റെ ആക്സിസിൽ കൂടെ ഉള്ളതും ഡിസ്കിന്റെ ആക്സിസിൽ കൂടെ ഉള്ളതും കമ്പയർ ചെയ്ത് പഠിക്കുക. റിങ്ങിന്റെ എന്ന് പറയുന്നത് mr² ആണ്, ഡിസ്കിൻ്റെത് mr²/2 ആണ്. ഇനി റിങ്ങിൻ്റെത് അതിന്റെ വ്യാസത്തിൽ കൂടെ ഡയമീറ്ററിൽ കൂടെ ഉള്ളത് mr²/2 ആണ്. ഡിസ്കിൻ്റെത് അതിന്റെ വ്യാസത്തിൽ കൂടെ ഉള്ളത് അതിന്റെ നേരെ പകുതിയാണ്, mr²/4 ആണ്. അപ്പൊ 4 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഹോളോ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരുപാട് റിങ്ങുകൾ കൂട്ടിവെച്ച പോലെയാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് റിങ്ങിന്റെ അതേ ഇതാണ്. അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെത് റിങ്ങിന്റെ തന്നെ പഠിക്കുക, mr² എന്ന്. അതേപോലെ സോളിഡ് സിലിണ്ടർ പറയുന്നുണ്ട്. സോളിഡ് സിലിണ്ടർ ഡിസ്ക് പോലെയാണ്, ഒരുപാട് ഡിസ്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ച പോലെയാണ് ഉണ്ടാവുക. അപ്പൊ അതിൻ്റെത് mr²/2 തന്നെയാണ്. പിന്നെ ഒരു സോളിഡ് സ്ഫിയറിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു ഖരഗോളത്തിന്റെ കാര്യം. അതിൻ്റെത് 2 mr²/5 ആണ്. അപ്പൊ നമുക്ക് 6 എണ്ണം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളതൊരു ഖരഗോളം, ഒരു സ്ഫിയർ 2 mr²/5ഉം ഒരു റോഡ് എന്ന് പറയുന്നത് ml²/12 ആണെന്നുള്ള കാര്യം ഓർത്താൽ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആകെ നമുക്ക് പഠിക്കാനുള്ളത് 1 2 3 4 5 6 7 8 അല്ലേ? അതെ, 8 അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഇതുവരെ നമ്മൾ മോഷനിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസിന്റെ ഒരു റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണുക. ഇനി ഇതോടെ നമ്മുടെ മോഷൻ എന്ന് പറയുന്ന പോർഷൻ കഴിയുകയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ നോട്ട്സ് ആവശ്യം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോസ് ഉപകാരപ്പെടും, അവർക്കും അയച്ച് കൊടുക്കുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാനും റിവൈസ് ചെയ്ത് പോകാനും വേണ്ടി പറ്റും. അപ്പം എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നോട്ട് പഠിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ടൈം ടേബിൾ പ്രകാരം പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുക, റിവിഷൻ ചെയ്ത് പോവുക. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക ഇനിയുള്ള ക്ലാസ്സുകളിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.